بسم الله الرحمن الرحيم وما لكم لا تقاتلون في سبيل الله والمستضعفين من الرجال والنساء والولدان الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا صدق الله العلي العظيم. സ്നേഹാദരവുകൾ നിറഞ്ഞ വിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നാം ജീവിതത്തിൽ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളെയും സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ പാപങ്ങൾ പടച്ചവൻ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. മേലിൽ അല്ലാഹുവിനെ അനുസരിച്ച് ജീവിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവർ, മാതാപിതാക്കൾ, ഉസ്താദന്മാർ, നന്മ പകർന്നു തന്നവർ, നമുക്ക് വേണ്ടപ്പെട്ടവർ, അല്ലാഹു അവരുടെ എല്ലാം പരലോക ജീവിതം വെളിച്ചത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും നാളെ ജന്നത്തുൽ ഫിർദൗസിൽ ഒത്തുചേർക്കുകയും ചെയ്യുമാറാകട്ടെ. 1448 ഹിജ്റ വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ബുധനാഴ്ച മുഹറം 1 ആയിരുന്നു. ഇന്ന് മുഹറം 3 ആണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പുതുവത്സര വേളയാണ്. ഹിജ്റ വർഷം അല്ലെങ്കിൽ ഹിജ്റ കലണ്ടർ എന്നാണ് ഈ കലണ്ടറിനെ സംബന്ധിച്ച് പറയപ്പെടുന്നത്. എന്തിനാണ് അങ്ങനെ ഒരു പരാമർശം? ഹിജ്റ ഇസ്ലാമിന്റെ കലണ്ടർ അല്ലെങ്കിൽ ഇസ്ലാമിക കലണ്ടർ, ചന്ദ്രിക വർഷത്തെ അടിസ്ഥാനപ്പെടുത്തി വ്യവസ്ഥാപിതമാക്കപ്പെട്ട കലണ്ടറാണ് ഹിജ്റ കലണ്ടർ. ഹിജ്റയുടെ പേരിൽ ഒരു കലണ്ടർ രൂപപ്പെടണമെങ്കിൽ ഹിജ്റയ്ക്ക് അത്രമേൽ പ്രാധാന്യമുണ്ടോ? ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഒരു കലണ്ടർ രൂപീകരിക്കുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകൾ ഉണ്ടായത്. അതിനു മുമ്പ് കലണ്ടർ ഇല്ലേ? അതിനു മുമ്പേ ഉണ്ടല്ലോ മുഹറം, സഫർ, റബീഉൽ അവ്വൽ, റബീഉൽ ആഖിർ എന്ന് തുടങ്ങുന്ന മാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലേ ഉണ്ട്. പരിശുദ്ധമായ ഖുർആനിൽ ആ മാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർള മിൻഹാ അർബഅത്തുൻ ഹുറും. വ്യക്തമായി അല്ലാഹു ഖുർആനിൽ പറയുന്നു, അല്ലാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ആണ്. ഇന്ന ഇദ്ദതശ്ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അല്ലാഹുവിന്റെ കിതാബിൽ മാസങ്ങളുടെ എണ്ണം 12 ആകുന്നു. മിൻഹാ അർബഅത്തുൻ ഹുറും. അതിൽ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട മാസങ്ങളാകുന്നു. ഇത് അല്ലാഹുവിന്റെ വ്യവസ്ഥാപിതമായ ദർശനമാകുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോൾ മാസങ്ങളുടെ എണ്ണം 12 ആണെന്ന് അല്ലാഹു ഖുർആനിൽ പറയുമ്പോൾ കലണ്ടർ എങ്ങനെയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായി എന്ന് പറയുന്നത്? മാസങ്ങളുണ്ട്, ദിവസങ്ങളുണ്ട്, പക്ഷെ വാർഷിക അടിസ്ഥാനത്തിൽ വ്യവസ്ഥാപിതമായിരുന്നില്ല കലണ്ടർ. ഒരു സംഭവം, ഒരു കാര്യം ഇന്ന മാസം ഇന്ന തീയതിയിൽ നടന്നു എന്ന് പറയും. പക്ഷെ ഏത് വർഷം നടന്നു ഇതറിയപ്പെട്ടിരുന്നില്ല. മുഹറം 15-ാം തീയതിയാണ് ഇന്ന സംഭവം.
എന്ന് പറയാം. മുഹറം 9ഉം 10ഉം നോമ്പാണ്, ദിവസവും മാസവും ഉണ്ട്. പക്ഷെ ഏത് വർഷത്തെ മുഹറമാണ്, ഏത് വർഷത്തെ റബീഉൽ അവ്വലാണ്, ഏത് വർഷത്തെ ദുൽഹിജ്ജയാണ്. ഇങ്ങനെ വാർഷികാടിസ്ഥാനത്തിൽ കലണ്ടർ വ്യവസ്ഥാപിതമാക്കപ്പെട്ടിരുന്നില്ല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം വരെ. അപ്പോഴാണ് കത്തുകൾ എഴുതുന്നു. ഭരണകർത്താക്കൾ അവരുടെ ഗവർണർമാർക്ക് പല നിർദ്ദേശങ്ങളും നൽകി കത്തുകൾ എഴുതുന്ന വേളയിൽ മാസവും തീയതിയും എഴുതും, പക്ഷേ വർഷമില്ല. അതിന്റെ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അവർ അഭിമുഖീകരിച്ച വേളയിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണസിരാ കേന്ദ്രത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ ഒരുമിച്ച് കൂട്ടി ഒരു ആലോചന, ഒരു യോഗം വിളിച്ചു കൂട്ടി. ആ യോഗത്തിൽ നമുക്കൊരു കലണ്ടർ വാർഷികാടിസ്ഥാനത്തിൽ ഉണ്ടാകണം എന്ന് തീരുമാനിക്കുന്നു. പക്ഷെ വാർഷികാടിസ്ഥാനത്തിൽ കലണ്ടർ വേണമെങ്കിൽ ഏത് സംഭവത്തെ ആധാരമാക്കണം? ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം കലണ്ടർ വരേണ്ടത്. അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ ജനനമുണ്ട്, പ്രവാചകന് പ്രവാചകത്വം കിട്ടിയിട്ട് ഇത്ര വർഷം അങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ പ്രവാചകൻ ജനിച്ചിട്ട് ഇത്ര വർഷം എന്ന് കൂട്ടാം, അല്ലെങ്കിൽ ഹിജ്റ വർഷത്തെ വേണമെങ്കിൽ നമ്മൾ അങ്ങനെ കണക്ക് കൂട്ടിയാൽ ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നിന്ന് വേണമെങ്കിലും തുടങ്ങാം. ആ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗങ്ങൾ കഅബ നിർമ്മിക്കപ്പെട്ടത് മുതൽ വർഷം കൂട്ടാം. കഅബ നിർമ്മിക്കപ്പെട്ടത് ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണല്ലോ. അല്ലെങ്കിൽ ഫിറഔനും മൂസാ നബി അലൈഹിസ്സലാമും ഉള്ള സംഘട്ടനത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിന്റെ വിജയം ഇസ്ലാമിന്റെ വിജയമാണല്ലോ. ആ വിജയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒരു കലണ്ടർ, ഒരു വാർഷിക കലണ്ടർ രൂപപ്പെടുത്താം. പല നിലയ്ക്ക് ആലോചിക്കാം. അതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളും ആ വിഷയത്തിൽ വരികയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റ അടിസ്ഥാനപ്പെടുത്തി ഒരു കലണ്ടർ, വാർഷിക കലണ്ടർ രൂപപ്പെടുത്താമെന്ന ആലോചനയിലേക്ക് വരികയാണ്. ഹിജ്റയാണ് മാനദണ്ഡം. ഹിജ്റ എന്ന് പറഞ്ഞാൽ ഉപേക്ഷയാണ്. മക്ക വിട്ട്, മക്ക ഉപേക്ഷിച്ച് മദീനയിലേക്ക് പുണ്യ റസൂലും സഹാബികളും യാത്ര പോയ സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി കലണ്ടർ. ഒന്നാലോചിച്ചോക്കെ, അതിന് ഇത്രമാത്രം പ്രാധാന്യമോ? പ്രഥമ ദൃഷ്ടിയാ നോക്കുകയാണെങ്കിൽ അതൊരു ഒളിച്ചോട്ടമാണ്. അഭയാർത്ഥിയായി കുടിയേറ്റത്തിന്റെ കഥ പറയുന്ന ഹിജ്റ എങ്ങനെയാണ് ഇസ്ലാമിക ചരിത്രത്തിലെ ഇസ്ലാമിക കലണ്ടറിന്റെ നിർണായകമായ അധ്യായമായി ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ യോഗം തീരുമാനിക്കുന്നത്? ഇസ്ലാമിക ചരിത്രത്തിന്റെ ദിശ നിർണയിച്ചത് ഹിജ്റയാണ്. അതുകൊണ്ടാണ് ഹിജ്റ ഒരു ഒളിച്ചോട്ടമല്ല, ഹിജ്റ ഒരു കുടിയേറ്റമല്ല. ഹിജ്റ എന്ന് പറഞ്ഞാൽ മദീനയിലെ ഏതോ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പ്രവാചകരും മുസ്ലിമുകളും അഭയാർത്ഥികളായി ചെന്ന് കയറിയതിന്റെ പേരല്ല. ഹിജ്റ എന്ന് പറയുന്നത് ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രമാണത്. ഇരവാദത്തിൽ നിന്ന് ദൗത്യബോധത്തിലേക്കുള്ള പ്രയാണമാണത്. നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്കുള്ള പ്രയാണമാണത്. ക്ഷമയുടെ, സഹനതയുടെ കാലഘട്ടങ്ങളിൽ നിന്നും ദാർശനിക മൂല്യങ്ങളിൽ അധിഷ്ഠിതമായി ഒരു വ്യവസ്ഥ രൂപപ്പെടുന്നതിലേക്കുള്ള പ്രയാണമാണത്. ചിതറിത്തെറിച്ചു കടന്നിരുന്ന ചിന്തകളെ ഏകീകരിക്കുന്നതിലേക്കുള്ള പ്രയാണമാണത്. ഇതാണ് ഹിജ്റയെ നാം വായിക്കുമ്പോൾ കാണുക. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തത് ഒരു ഒളിച്ചോട്ടമല്ല, കൃത്യമായ വ്യക്തമായ ക്ലാരിറ്റിയുള്ള ഒരു തീരുമാനമാണ്. ഇത് നമുക്ക് ഹിജ്റയിൽ കാണാൻ സാധിക്കും എന്ന് പറയുന്നതാണ്. അത്രമേൽ പ്രധാനപ്പെട്ടതാണ് ഹിജ്റ. കാരണം ഒരു കാലഘട്ടത്തിൽ മക്കയിലെ മുസ്ലിമീങ്ങൾ ദുർബലരാക്കപ്പെട്ടു, അടിച്ചമർത്തപ്പെട്ടു. ഇരയുടെ മനോഭാവമുണ്ടല്ലോ, ആ ഇരയുടെ മനോഭാവത്തിൽ നിന്നും മനുഷ്യനെ പരിഷ്കരിച്ച്, വിശ്വാസിയെ പരിഷ്കരിച്ച് ദൗത്യബോധത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയുണ്ട്.
ഒരു പരിവർത്തനമുണ്ട്. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹി വൽ മുസ്തദഅഫീൻ മിനർ റിജാലി വൻ നിസാഇ വൽ വിൽദാനി الذين يقولون ربنا أخرجنا من هذه القرية الظالم أهلها واجعل لنا من لدنك وليا واجعل لنا من لدنك نصيرا. നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ നിങ്ങൾ എന്തേ ഇരകളായി തുടരുന്നത്, പോരാടാത്തത്? ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ് വൽ മുസ്തദഅഫീന മിനർ റിജാലി വൻ നിസാ, സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഇരകളാക്കപ്പെട്ടവർക്ക് വേണ്ടി ശബ്ദിക്കാത്തത് എന്തുകൊണ്ടാണ്? ദൗത്യത്തിന് വേണ്ടി എഴുന്നേൽക്കാത്തത് എന്തുകൊണ്ടാണ്? والمستضعفين من الرجال والنساء الذين يقولون, അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ, ഞങ്ങളോട് അക്രമം ചെയ്യുന്ന ഈ ജനവിഭാഗത്തിൽ നിന്നും, ഈ നാട്ടിൽ നിന്നും, ഈ പ്രദേശത്തിൽ നിന്നും നീ ഞങ്ങളെ പുറത്തേക്ക് എടുക്കണേ പടച്ചവനെ എന്ന്. റബ്ബനാ അഖ്രിജ്നാ മിൻ ഹാദിഹിൽ ഖറിയത്തിൽ ളാലിമി അഹ്ലുഹാ വജഅൽ ലനാ മിൻ ലദുൻക വലിയ നിന്റെ ഭാഗത്ത് നിന്നുമുള്ള ഒരു സഹായിയെ, ഒരു വിമോചകനെ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് ഓരോ സത്യവിശ്വാസിയും മക്കയിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ സാക്ഷാത്കാരമാണ് ഹിജ്റ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടത്തിയ പലായനം. അതുകൊണ്ട് അത് ഒരു ഒളിച്ചോട്ടമല്ല, വ്യക്തമായ ദൗത്യബോധത്തോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുസ്ലിമീങ്ങളും ഒത്ത് നടത്തിയ യാത്രയാണത്. അവരുടെ മനോഭാവം തന്നെ മാറുകയാണ്. ഞങ്ങൾ എന്തിന് അടികൊള്ളണം? ഞങ്ങൾ എന്തിന് ആക്രമിക്കപ്പെടണം? നിസ്സഹായനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയേണ്ടി വന്നിട്ടുണ്ട്, ക്ഷമിക്കൂ, ഒരു ദിവസം വരും, കാത്തിരിക്കൂ. യാസിറിന്റെ കുടുംബം അന്യായമായി പീഡിപ്പിക്കപ്പെട്ടു. സുമയ്യ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഗുഹ്യഭാഗത്താണ് ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് പറയുന്നത് സുമയ്യ ബീവി റളിയല്ലാഹു അൻഹയാണ്. അവരുടെ ഗുഹ്യഭാഗത്ത് അസ്ത്രങ്ങളേറ്റി രക്തസാക്ഷിയാക്കപ്പെട്ട സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹ, അമ്മാറും യാസിറും പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, ആ കുടുംബം പീഡിപ്പിക്കപ്പെട്ടപ്പോൾ, സബ്റൻ ആലി യാസിർ, യാസിറിന്റെ കുടുംബമേ ക്ഷമിക്കൂ, ഫഇന്ന മൗഇദകും അൽ ജന്ന, നിങ്ങൾക്ക് അല്ലാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നത് സ്വർഗ്ഗമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതേ പറയാൻ റസൂലുള്ളാഹി തങ്ങൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ഒന്ന് കരകയറ്റാൻ, ഒന്ന് കൈകൊടുക്കാനുള്ള ശക്തി പോലും അന്ന് മുസ്ലിമീങ്ങൾക്ക് ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം. അത് ആലോചിക്കണം നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശക്തമായി പ്രഹരിക്കപ്പെട്ട, ആക്രമിക്കപ്പെട്ട പശ്ചാത്തലം എന്തിനാണ്? അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുമുള്ള ഉയർത്തെഴുന്നേൽപ്പിന്റെ ചരിത്രമാണ് ഹിജ്റ, മദീനത്തുർ റസൂലിലേക്കുള്ള യാത്ര നമുക്ക് പറഞ്ഞു തരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോ അത് റസൂലുള്ളാഹി തങ്ങൾ അഭയാർത്ഥിയായി പോകുന്നതല്ല എന്നതിന്റെ വ്യക്തമായ സൂചന നമുക്ക് ലഭിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹുമാണ് മക്കയിൽ നിന്ന് അവസാനം മദീനയിലേക്ക് പോകുന്നത്. അതിനു മുമ്പേ മുസ്ലിമീങ്ങളെല്ലാം പോയി കഴിഞ്ഞിരുന്നു. എല്ലാവരും പോയി കഴിഞ്ഞു. ഇനി മക്ക വിടാൻ അവശേഷിക്കുന്നത് പുണ്യ നബിയും അബൂബക്കറുമാണ്. അവർ മക്കയിൽ നിന്ന് വിട്ടപാടെ ഖുറൈശി പ്രമാണിമാര് യോഗം കൂടി അള്ളാഹുവിന്റെ റസൂലിന്റെ ശിരസ് കൊയ്തുകൊണ്ട് വരുന്നവർക്ക്, ഒപ്പം അബൂബക്കറിന്റെയും ശിരസ് കൊയ്തുകൊണ്ട് വരുന്നവർക്ക് 100 ഒട്ടകമാണ് ഓഫർ ഇട്ടത്. ചില്ലറയല്ല, 100 ഒട്ടകം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വില വരും, മൂല്യം വരും. അത് സ്വയത്തമാക്കാൻ വേണ്ടി പല ആളുകളും, പല ഗുണ്ടകളും രംഗത്തേക്ക് ഇറങ്ങി, പല പ്രമാണിമാരും ഇറങ്ങി. ഒട്ടകപ്പുറത്ത്, കുതിരപ്പുറത്ത്, എവിടെ? റസൂലിനെ അന്വേഷിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആർക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കണ്ണുകളിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെയും കണ്ണുകളിൽ പതിഞ്ഞില്ല. പക്ഷെ ഒരാളുടെ കണ്ണിൽ പതിഞ്ഞു.
ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അബൂബക്കറിനെയും കണ്ടുപിടിച്ചു. മക്കയിൽ നിന്ന് മദീനയിലേക്ക് റസൂലുള്ളാഹി തങ്ങൾ പോകുന്നത് കടൽ തീരം വഴിയാണ്. ആ കടൽ തീരത്ത് കുതിരയെ പായിച്ചുകൊണ്ട് സുറാഖത്ത് ഇബ്നു മാലിക് റസൂലുള്ളാഹി തങ്ങളെയും അബൂബക്കറിനെയും കണ്ടു. കണ്ട വേളയിൽ തന്നെ 100 ഒട്ടകത്തെ സ്വപ്നം കണ്ട സുറാഖ തന്റെ വാള് വളരെ ശക്തിയോടുകൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് തിളയ്ക്കുന്നുണ്ട്. കൈകൾ ഉയർത്തി മുഷ്ടി ചുരുട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉന്നം വെക്കുന്നുണ്ട്. പക്ഷേ സുറാഖയ്ക്ക് ഉന്നം വെക്കാം, സുറാഖയുടെ കുതിരകൾക്ക് റസൂലുള്ളാഹി തങ്ങളെ ഉന്നം വെക്കാൻ കഴിഞ്ഞില്ല. സുറാഖയുടെ കുതിര പതറി, ആ കാലുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നു പോകാൻ തുടങ്ങി. കുതിരയുടെ കുളമ്പുകൾ വീണ്ടും ഉയർത്തി എഴുന്നേൽപ്പിച്ചുകൊണ്ട് വീണ്ടും റസൂലുള്ളാഹി തങ്ങളുടെ പുറകെ കുതിരയെ പായിക്കുമ്പോൾ വീണ്ടും കുതിരയുടെ കാലുകൾ ഭൂമിയിലേക്ക് പതിയുന്നു. 3 പ്രാവശ്യമാണ് അത് സംഭവിച്ചത്. സുറാഖയ്ക്ക് മനസ്സിലായി, ഞാൻ ഉദ്ദേശിച്ചു വന്ന കൃത്യം നിർവഹിക്കാൻ എനിക്ക് കഴിയില്ല എന്ന്. പക്ഷേ സുറാഖ ഉറക്കെ വിളിച്ചു പറഞ്ഞു, അല്ലയോ മുഹമ്മദ്, ഒന്ന് നിൽക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വധിക്കില്ല എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ നിന്നു. സുറാഖ വന്ന് റസൂലിനോട് ആവശ്യപ്പെട്ടത് ഒരു കാര്യമാണ്, എനിക്ക് വധിക്കാനായിട്ടില്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷേ അങ്ങയെ കണ്ടു എന്ന് അവരോട് പറയാനെങ്കിലും എനിക്ക് കഴിയണം. അതുകൊണ്ട് അവരിലേക്ക് പോകുമ്പോൾ അങ്ങയെ കണ്ടതിന്റെ ഒരു തെളിവ് എനിക്ക് തരണം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശിരസിൽ വെച്ചിരുന്ന തലപ്പാവെടുത്ത് കൊടുത്തു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. എന്നെ കണ്ടതായി നീ ചെന്ന് പറയുക. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ സുറാഖയുടെ കൈക്ക് പിടിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. ചരിത്രം ആലോചിക്കണം. മക്കയിൽ നിന്ന് ജീവൻ കഷ്ടിച്ച് രക്ഷപ്പെട്ട് മദീനയിലേക്ക് നമ്മളുടെ നിർവചനത്തിൽ അഭയാർത്ഥിയായി ഒളിച്ചോടുന്ന പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സുറാഖയുടെ കൈ പിടിച്ച് പറയുന്നു, കൈഫ ബിക ഇദാ ലബിസ്ത സിവാറൈ കിസ്റ. കിസ്റയുടെ വളകൾ സുറാഖ നിന്റെ കയ്യിൽ അണിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന്. കിസ്റയുടെ വളകൾ നിന്റെ കയ്യിൽ അണിയിക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുറാഖയുടെ കൈക്ക് പിടിച്ച് പറയുന്നതിന് അതിന്റെ പിന്നിൽ വലിയൊരു ദീർഘകാലഘട്ടത്തിലേക്ക് കാണുന്ന ഒരു ദിശാസൂചികയുണ്ട്. ആ വാക്കിൽ ഏതവസരത്തിലാണ്? ജീവൻ ഭീഷണിയിലാണ്. 53 വർഷം ജീവിച്ച നാടും നാട്ടുകാരും തള്ളിപ്പറഞ്ഞ സാഹചര്യത്തിലാണ് പുണ്യ നബിയുടെ ഈ ഒരു സാഹചര്യം, ഈ പലായന വേളയിലാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത് പറയുന്നത് എന്ന് ആലോചിക്കണം. എന്താണ് അതിന്റെ അർത്ഥം? ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന തൗഹീദിന്റെ ദർശനമുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ഇസ്ലാമിന്റെ ദർശനമുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന മരണാനന്തര ജീവിതമുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന സ്വർഗ്ഗ നരകമുണ്ടല്ലോ, ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്ന ധാർമ്മിക മൂല്യങ്ങൾ ണ്ടല്ലോ, അത് ഞാൻ ഈ പോകുന്ന യാത്ര കഴിഞ്ഞ് ഒരു നാട്ടിലേക്ക് എത്തും. ആ നാട്ടിൽ നിന്ന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് അത് പരന്നൊഴുകും. റോമും പേർഷ്യയും കിസ്റയും കൈസറും താണ്ടി ഇസ്ലാം ലോകത്തെ അതിജയിക്കും. ഇസ്ലാമിന്റെ ശബ്ദം ലോകത്തെ അതിജയിക്കും. അന്ന് കിസ്റയും കൈസറും എന്ന അന്നത്തെ വൻകിട രാഷ്ട്രങ്ങൾ അള്ളാഹുവിന്റെ ഇസ്ലാമിന് വേണ്ടി കീഴ്പ്പെടും. സ്വർണത്തിന്റെയും വെള്ളിയുടെയും സമ്പത്തുകൾ മദീനയിലേക്ക് ഒഴുകും. ആ സമ്പത്തിൽ നിന്ന് നിന്റെ കയ്യിൽ വളകൾ അണിയിക്കപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ പുണ്യ നബി മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്ത ആ കാലഘട്ടത്തിൽ പറഞ്ഞ കാര്യം പുലർന്നു. കിസ്റയും കൈസറും ലോകത്തിന്റെ വലിയൊരു ഭാഗം പരിശുദ്ധമായ ഇസ്ലാമിന്റെ കൊടിക്കീഴിൽ സമാധാനത്തോടെ നിലവിൽ വന്ന കാലഘട്ടത്തിൽ സ്വർണത്തിന്റെയും വെള്ളിയുടെയും സമ്പത്തുകൾ മദീനയിലേക്ക് ഒഴുകി. അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറഞ്ഞതാണ് സുറാഖയെ വിളിച്ചുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ആ വളകൾ സുറാഖയ്ക്ക് കൊടുത്തു എന്നും ചരിത്രത്തിന്റെ ചില രേഖകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ളവരെ, ഇത് എവിടെയാണ് പറഞ്ഞത്? എല്ലാം ഉണ്ടായിട്ട് പറഞ്ഞതല്ല എന്ന് നമ്മൾ ആലോചിക്കണം. നമ്മളുടെ നിർവചനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഭയാർത്ഥിയായി മക്ക വിട്ട് മദീനയിലേക്ക് പോകുന്ന ജീവനും കൊണ്ടോടുന്ന സ്വന്തം ജീവന് തന്നെ
ഭീഷണി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് സുറാഖയുടെ കരങ്ങൾക്ക് റസൂലുള്ളാഹി തങ്ങൾ ഒരു കൊലയാളിയുടെ കൈക്ക് പിടിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ പ്രതീക്ഷയുടെ ഒരു ദർശനത്തിന്റെ കരുത്താണത്, സത്യത്തിന്റെ കരുത്താണത്, ധർമ്മത്തിന്റെ കരുത്താണത്, വിശ്വസ്തയുടെ കരുത്താണത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് മദീനയിൽ എത്തിയ ശേഷം എന്താ ചെയ്തത്? പഴയ മക്കയിൽ അനുഭവിച്ച ദുരിതങ്ങൾ പറഞ്ഞ് കാലം കഴിക്കുകയാണോ? ഞങ്ങളെ അവരടിച്ചു, ഇവരടിച്ചു, ഞങ്ങൾ അങ്ങനെ അടികൊണ്ടു, അങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് ദുരിതം പറഞ്ഞുള്ള ജീവിതമല്ല. ഒരു നിർമ്മാണം നടക്കുകയാണ്, ഒരു സമൂഹത്തെ നിർമ്മിക്കുകയാണ്, ഒരു വിദ്യാഭ്യാസ നയം രൂപീകരിക്കപ്പെടുകയാണ്, ഒരു സാമ്പത്തിക നയം രൂപപ്പെടുകയാണ്. ഉപഭോഗ സംസ്കാരത്തിൽ നിന്ന് ഉൽപാദന സംസ്കാരത്തിലേക്ക് ഒരു സമൂഹം പരിവർത്തിക്കപ്പെടുന്നതാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മദീന എന്ന് പറയുന്ന കാർഷിക മേഖലയും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാട്ടുകാരായ മക്കക്കാരായ മുഹാജിറുകൾ അവരുടെ കച്ചവട മനോഭാവവും കൂടെ യോജിച്ചപ്പോൾ മദീന എന്ന് പറയുന്ന ഒരു നാഗരികത രൂപപ്പെട്ടു എന്ന് നമ്മൾ കാണണം. അവിടെ പോയിട്ട് രക്തസാക്ഷി മണ്ഡപങ്ങൾ, സ്മാരകങ്ങൾ ഉണ്ടാക്കുകയല്ല, ഞങ്ങളെ അടികൊണ്ടുവന്നതാണ്. അതുകൊണ്ട് ഇവിടെ ഞങ്ങൾ നേരത്തെ രക്തസാക്ഷികളാക്കപ്പെട്ടവരുടെ പേരിൽ കുറെ സ്മാരകങ്ങൾ അല്ല. മസ്ജിദ് നബവി ആദ്യം അള്ളാഹുവിന്റെ ഭവനം നിർമ്മിച്ചു. അത് കേന്ദ്രീകരിച്ച് മികച്ച ഒരു ഭരണഘടന ലോകത്ത് പൗരാണിക ചരിത്രത്തിൽ നമുക്ക് അത്ര സമഗ്രമായ മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന നമുക്ക് കാണുക സാധ്യമല്ല എന്ന് നാം മനസ്സിലാക്കണം. എല്ലാ സമൂഹത്തെയും മദീനയിലെ മുഴുവൻ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണഘടന നിലവിൽ വന്നത് അങ്ങനെയാണ്. അതാണ് ഹിജ്റ, അതാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഹിജ്റ. അതുകൊണ്ട് പഴയ കഥകൾ പറഞ്ഞ് അങ്ങനെ രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കിയിട്ട് സഹതാപം പിടിച്ചു പറ്റുന്ന ചരിത്രം ഇസ്ലാമിനില്ല. അങ്ങനെയാണെങ്കിൽ അല്ലാഹു പരിശുദ്ധമായ ഖുർആനിൽ ഫിർഔനിന്റെ പത്നി ആസിയ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം പറയുന്നുണ്ട്. വിശ്വാസത്തിന്റെ പേരിൽ മർദ്ദിക്കപ്പെട്ടവർ, ക്രൂശിക്കപ്പെട്ടവർ, അവർ ദുആ ചെയ്തു, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്ജിനി മിൻ ഫിർഔന വഅമലിഹി വനജ്ജിനി മിനൽ ഖൗമിൽ ളാലിമീൻ. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുക്കൽ എനിക്കൊരു ഭവനം പണിഞ്ഞു തരണമേ. ഫിർഔനിന്റെ കൊട്ടാര സൗകര്യങ്ങൾ ത്യജിച്ചുകൊണ്ട് ചരിത്രത്തിലെ വളരെ ഉന്നതയായ ഒരു മഹദിയുടെ പ്രാർത്ഥന, റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരു ഭവനം എനിക്കായി നീ നൽകണമേ. നിന്റെ അടുക്കൽ. ഇത്ര കൊതിയോ അവർക്കൊരു വീട് കിട്ടാൻ? അല്ല, വീടല്ല ചോദിച്ചത്. നമ്മൾ വിചാരിക്കും സ്വർഗ്ഗത്തിൽ ഒരു വീട് ചോദിച്ചതാണ്, ഒരു കൊട്ടാരം ചോദിച്ചതാണ്. അല്ല, നിന്റെ അടുക്കൽ എന്നാ പറഞ്ഞത്. അല്ലാഹുവേ, നിന്റെ സന്നിധാനത്തോട് എന്നെ നീ ചേർക്കണേ എന്നതാണ്. നിന്റെ തൃപ്തിയിലേക്ക്, നിന്റെ സ്നേഹത്തിലേക്ക് നീ എന്നെ ചേർക്കണേ എന്നാണ്. കേവലം ഒരു ഭൗതികമായ ഒരു കൊട്ടാരം അതല്ല അതിന്റെ അർത്ഥം. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന, നിന്റെ അടുക്കലുള്ള ഒരു ഭവനം എന്ന് പറഞ്ഞാൽ നിന്റെ സ്നേഹത്തിന്റെ, തൃപ്തിയുടെ ചേർത്ത് നിർത്തൽ നീ എനിക്ക് പ്രദാനം ചെയ്യണമേ എന്നാണ്. അതാണ് വിശ്വാസിയുടെ താല്പര്യം. അള്ളാഹുവിന്റെ തൃപ്തിയാണ്, അള്ളാഹുവിന്റെ സ്നേഹമാണ്. അവിടെ എന്ത് രക്തസാക്ഷി സ്മാരകങ്ങളാണ്. അങ്ങനെ ഒരു സഹതാപതരംഗം സൃഷ്ടിക്കുന്ന ഒരു കാര്യത്തിനല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുതിർന്നത്. സ്വയം മാറാൻ തയ്യാറായി, ആ സമൂഹം സ്വയം മാറാൻ തയ്യാറായി. അത് നമ്മൾ കാണണം. അള്ളാഹു ഒരു ജനതയിൽ പരിവർത്തനം കൊണ്ടുവരണമെങ്കിൽ സ്വയം മാറാൻ തയ്യാറാകണം. സ്വയം മാറാൻ കഴിയാത്തൊരു സമൂഹത്തിൽ ഒരു പരിവർത്തനവും റബ്ബിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ ആണയിട്ട് പറയുന്നു. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. തീർച്ച അല്ലാഹു ലാ യുഗയ്യിറു മാ ബിഖൗമിൻ, ഒരു ജനതയിലുള്ള അധാർമികതകൾ, ഒരു ജനതയിലുള്ള അരാജകത്വങ്ങളും
അശ്ലീലതകളും മാറ്റം വരുത്തുകയില്ല. അതങ്ങനെ തന്നെ ഉണ്ടാകും, മാറ്റം വരുത്തുകയില്ല. ഹത്താ യുഗയ്യിറൂ മാ ബിഅൻഫുസിഹിം, ആ സമൂഹം സ്വയം മാറാൻ ആലോചിക്കുന്നത് വരെ നാം തീരുമാനിക്കണം. നമ്മുടെ മനോഭാവം മാറണം. എത്ര കൊട്ടാരങ്ങൾ ഉണ്ടെങ്കിലും, എത്ര ഫ്ലാറ്റ് സമുച്ചയങ്ങൾ ഉണ്ടെങ്കിലും, എത്ര അധികാര സ്വാധീനങ്ങൾ ഉണ്ടെങ്കിലും, എത്ര ഭരണങ്ങൾ ഉണ്ടെങ്കിലും, മുസ്ലിം പ്രാതിനിധ്യം എത്രയുണ്ടെങ്കിലും കാര്യമൊന്നുമില്ല. ഇസ്ലാമിക സമൂഹത്തിന്റെ മനോഭാവം മാറണം. മനോഭാവത്തിന്റെ പ്രശ്നമാണ്, സൗകര്യങ്ങളുടെ പ്രശ്നമല്ല, അധികാരത്തിന്റെ പ്രശ്നമല്ല, പാർലമെന്റിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭരണസിരാ മേഖലകളിലോ പ്രാതിനിധ്യമില്ലാത്തതിന്റെ പ്രശ്നമല്ല, ഇസ്ലാമിക സമൂഹത്തിന് രാഷ്ട്രങ്ങളും രാജ്യങ്ങളും ഇല്ലാത്തതിന്റെ പ്രശ്നമല്ല, മനോഭാവത്തിന്റെ പ്രശ്നമാണ്. അള്ളാഹുവിന്റെ സ്നേഹത്തിലേക്ക്, തൃപ്തിയിലേക്ക് അണയുന്ന മനോഭാവം, പടച്ചവന്റെ കൽപ്പനകളെ ശിരസാവഹിക്കുന്ന മനോഭാവം, അതാണ്. ഇന്ന് നമുക്ക് ഹിജ്റ ഒരു നാട് വിട്ടുപോകലൊന്നുമല്ല. ഈ പരാതി പറച്ചിലൊന്ന് നിർത്തൂ, പ്രവർത്തനത്തിലേക്ക് സജ്ജരാകൂ. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ കുറെ പ്രശ്നങ്ങൾ നമ്മൾ മറ്റുള്ളവരുടെ മേലിൽ കെട്ടി, എന്റെ മാതാപിതാക്കൾ അങ്ങനെ ആയതുകൊണ്ടാണ്, എന്റെ സർക്കാർ ശരിയല്ലാത്തത് കൊണ്ടാണ്, എന്റെ സമൂഹം ശരിയല്ലാത്തത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്ന് പറയുന്നത് നിർത്തൂ. എനിക്കെന്ത് സംഭവിച്ചു എന്നതിനപ്പുറം എനിക്കെന്ത് നിർമ്മിക്കാൻ സാധിക്കും എന്നതിനെ പറ്റി ഒരു മുഅ്മിൻ ആലോചിക്കണം. അവിടെ അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും എന്നുള്ളതാണ്. നിരാശയിൽ നിന്ന് പ്രതീക്ഷയിലേക്ക് നമ്മുടെ മനോഭാവം പരിവർത്തിക്കപ്പെടണം. അതാണ് ഈമാൻ. അതാണ് അള്ളാഹു പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. അള്ളാഹു ഒരു ജനതയിൽ ഒരു മാറ്റവും കൊണ്ടുവരികയില്ല. ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം, അവർ സ്വയം മാറാതെ. നമ്മൾ മാറ്റത്തിന് തയ്യാറാകണം. ഓരോരുത്തരും അവരവരിലേക്ക് ചോദിക്കണം, തിരിയണം, വിചാരണ നടത്തണം. നാം നന്നാകാൻ തയ്യാറാകണം, നാം ശരിയാകാൻ തയ്യാറാകണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സഹായം, അവന്റെ തൃപ്തി, അവന്റെ സ്നേഹം നമുക്കായി വരദാനമായി നൽകും. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഹിജ്റ എന്ന് പറയുന്ന സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇസ്ലാമിക കലണ്ടർ രൂപപ്പെടുത്തപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇസ്ലാമിക ചരിത്രത്തിലെ അത്രമേൽ സുപ്രധാനമായ അധ്യായമാണ് ഹിജ്റ എന്ന് പറയുന്നത്. മദീന എന്ന് പറയുന്ന നാഗരികതയെ അടിസ്ഥാനപ്പെടുത്തി ഇന്ന് ഞാനും നിങ്ങളും ഇന്നിരുന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് അള്ളാഹുവിന്റെ ദീൻ നമ്മുടെ വീട്ടിൽ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ മഹല്ലിൽ കടന്നു വന്നതിന്റെ ആ ഒരു ശക്തമായ ദൗത്യബോധം എന്തായിരിക്കും? ആ ദൗത്യത്തിന് നിറം പകർന്ന ഒറ്റപ്പെടുത്തലിന്റെ, ഉപേക്ഷിക്കലുകളുടെ പേരാണ് ഹിജ്റ. ഒന്നും സഹിക്കാതെ എല്ലാം കിട്ടണം എന്ന് നമ്മൾ വാശി പിടിക്കരുത്. നമ്മൾ പലതും സഹിക്കേണ്ടി വരും, പലതും ഉപേക്ഷിക്കേണ്ടി വരും, പലതും മാറ്റി എഴുതേണ്ടി വരും. വളരെ സൗകര്യപ്രദമായി നാം കടന്നു പോകുന്ന അവസ്ഥകൾക്ക് താളം തെറ്റും. ഇതൊക്കെ വരും. അതെല്ലാം ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന അവസരങ്ങളാണ് എന്ന് മനസ്സിലാക്കി റബ്ബിലേക്ക് പൂർണ്ണമായി തിരിഞ്ഞ് ആ പ്രതിസന്ധികളിലെ അവസരങ്ങൾ കണ്ടു മനസ്സിലാക്കി മുന്നേറാൻ സത്യവിശ്വാസി എന്ന രൂപത്തിൽ നമുക്ക് എല്ലാവർക്കും കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. മുഹറം, അതാണ് ഹിജ്റ കലണ്ടർ പ്രകാരം ഒന്നാമത്തെ മാസം. മുഹറം, ഷഹറുല്ലാഹിൽ മുഹറം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ മാസമാണ് മുഹറം എന്നാണ് പറഞ്ഞത്. മുഹറമിനെ സംബന്ധിച്ച് അഫ്ദലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത്, റമളാനിന് ശേഷം നോമ്പുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഷഹറുല്ലാഹിൽ മുഹറം, അല്ലാഹുവിന്റെ മാസമായ മുഹറം മാസത്തിലെ നോമ്പാകുന്നു എന്നാണ്. മുഹറം 9-10 ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ള നോമ്പ് മുഹറം 10ന്റെ നോമ്പാണ്. മദീനയിലേക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്ന വേളയിൽ യഹൂദികൾ മുഹറം 10ന് നോമ്പെടുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട പുണ്യനബി അവരോട് ചോദിച്ചു, എന്തുപറ്റി, എന്താണ് നിങ്ങളുടെ ഈ നോമ്പിന്റെ രഹസ്യം? അപ്പോൾ അവർ പറഞ്ഞു, മൂസാ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു ഫിർഔനിൽ നിന്നും രക്ഷപ്പെടുത്തിയ ദിവസമാണ് മുഹറം 10.
ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും സ്വേച്ഛാധിപതിയായ ഏകാധിപതിയായ ഭരണാധികാരിയിൽ നിന്നുമുള്ള വിമോചനത്തിന്റെ കഥയാണത്, വിജയത്തിന്റെ ചരിത്രമാണത്. അതുകൊണ്ട് അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തി ഞങ്ങൾ ഇത്ര കാലമായി മുഹറം 10 നോമ്പെടുക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോഴാണ് റസൂലുള്ളാഹി തങ്ങളെ അത് വല്ലാതെ ആകർഷിച്ചത്. അത് ശരിയാണല്ലോ. അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് കൊണ്ട് യഹൂദികളെക്കാളും ജൂതന്മാരെക്കാളും നോമ്പെടുക്കേണ്ടത് നമ്മളല്ലേ? അങ്ങനെ ആ ദിവസത്തെ അള്ളാഹുവിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ദീനിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, പ്രവാചകന്മാരോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, വേദഗ്രന്ഥങ്ങളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ദിവസത്തെ നോമ്പ് പഠിപ്പിക്കുകയുണ്ടായി. അതിനോട് ചേർത്ത് നബി തങ്ങൾ ഒന്നും കൂടെ പറഞ്ഞില്ല, ഇൻ ബഖീതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന തഅസുഅ. വരും വർഷം ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ മുഹറം 9-നും നോമ്പെടുക്കുമെന്നും പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് മുഹറം 9-ഉം 10-ന്റെയും നോമ്പ് സുന്നത്താക്കപ്പെട്ടത്. സിയാമു യൗമി ആശൂറ, മുഹറം 10-ന്റെ നോമ്പ് അഹ്തസിബു അലല്ലാഹി അൻ യുകഫിറ സനതല്ലതി ഖബലഹു. കഴിഞ്ഞ ഒരു വർഷത്തെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ അള്ളാഹുവിനോട് ആഗ്രഹിക്കുന്നു എന്ന് പുണ്യ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് വരുന്ന 25, 26 ദിവസങ്ങളിൽ, വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് മുഹറം 9, 10 നമുക്ക് എല്ലാവർക്കും ആ ദിവസങ്ങളിൽ നോമ്പെടുക്കാൻ കഴിയേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.